ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നാട്ടിലോട്ട് പോവാണ്. കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ 6 മണിക്കുള്ള ട്രെയിനാണ് എടുത്തിട്ടുള്ളത്. ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് കൊച്ചി കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ 1.7 കിലോമീറ്റർ ഡിസ്റ്റൻസിന് 95 റുപ്പീസ് ഊബർ വിളിച്ചിട്ട് 168 കിലോമീറ്റർ ഡിസ്റ്റൻസിന് 70 റുപ്പീസ് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. മൊബൈലിലാണ് UTS വഴിയാണ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് എനിക്കിവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യം വന്നിട്ടില്ല. ലേഡീസിൽ കയറി സീറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അവിടുന്ന് ഞാനൊരു ബിസ്ക്കറ്റ് മാത്രം മേടിച്ചു, ചായ മേടിച്ചില്ല, കാരണം എനിക്ക് ഉറങ്ങണമായിരുന്നു. അപ്പോൾ ആ ബിസ്ക്കറ്റ് മേടിച്ച് ഞാൻ ചായ കുടിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ കുറേ വ്യൂസൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. കാരണം ഉറങ്ങാൻ വേണ്ടി ഞാൻ കുറേ കണ്ണടച്ചൊക്കെ നോക്കി, പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല. രാവിലെ ഇത്രയും നേരത്തെ ഞാൻ എഴുന്നേൽക്കാറില്ല, പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഉള്ളത് നോക്കി പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. കാരണം ഈ നേരത്ത് ഞാൻ സാധാരണ എണീക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പുറത്തെ വ്യൂസൊക്കെ കാണുമ്പോൾ. എനിക്കറിയില്ല, എനിക്ക് സൺറൈസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. പ്രത്യേകിച്ചും കുറേ കാലം മഴയൊക്കെ ആയതുകൊണ്ട് മഴയുടെ ഇടയ്ക്കൊരു വെയിലും സൺറൈസൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ചും കൊച്ചിയിൽ നിന്ന് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം പേഴ്സണലി എനിക്ക് തോന്നിയത് ലിവ് ഇൻ ദ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മൊമെൻറ്റും എൻജോയ് ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് ഞാൻ സോളോ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതാകുമ്പോൾ നമുക്ക് സംസാരിക്കൊന്നും വേണ്ട, പുറത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കാരണം കൂടെ ഇരിക്കുന്ന ആൾക്ക് ബോറടിക്കും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ. എൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മാത്രമല്ല എല്ലാ വ്യൂസും ഞാനിങ്ങനെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, മുന്നേ ആണെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യം വരാറില്ലായിരുന്നു. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോകുന്നത്. രാവിലെ ഒരുപാട് ടൈം ഞാൻ ഇങ്ങനെ ഓരോ വ്യൂസൊക്കെ എൻജോയ് ചെയ്ത്, പ്രത്യേകിച്ചും ട്രെയിനിന് പോകുന്ന സമയത്ത് എനിക്ക് ഇതാണ് മെയിൻ പരിപാടി. ഭയങ്കരമായിട്ട് ഞാൻ അതിൽ സന്തോഷം കണ്ടുപിടിക്കാറുണ്ട്. മാത്രമല്ല ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെടാനും ഈ ഒരു യാത്ര സഹായിക്കാറുണ്ട്. എങ്ങനെ പരിചയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റലി നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതായിരിക്കും. പക്ഷെ ഓരോ വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും. അവർക്ക് നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് അവരുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്രാവശ്യം എനിക്ക് ആരുടെ അടുത്തുനിന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ വീഡിയോ എടുപ്പിലായിരുന്നു. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. പക്ഷേ ഞാനൊരു സബ്സ്ക്രൈബറെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാനിങ്ങനെ വ്യൂസൊക്കെ എൻജോയ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കുറ്റിപ്പുറം സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്ക് ഈ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നോക്കിയാൽ മനസ്സിലാവും ഇതൊരു കേവാണ്. അപ്പം നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ട്രെയിൻ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടും. ലൈഫിൽ നമ്മൾ ഈ ഓരോ ആൾക്കാരുടെ തിരക്ക് പിടിച്ച ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ലൈഫ് ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരും ഓരോ തിരക്കിലായിരിക്കുമല്ലോ. ജീവിക്കാനുള്ള കഷ്ടപ്പാട് എല്ലാവരുടെയും ഞാൻ കാണാറുണ്ട്. ചില ആൾക്കാർ വേറൊരു സ്റ്റേജ്. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി എൻജോയ് ചെയ്ത് ആലോചിച്ച്, പ്രത്യേകിച്ചും എഴുത്തൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഈ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഈ വ്യൂ ഷൂട്ട് ചെയ്ത് റീൽ ചെയ്യാന്നുള്ള പ്ലാൻ ഇട്ടു കേട്ടോ. അങ്ങനെ കുറേ നേരം ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സമയം പോയി. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റേഷനിലെത്തി. ഇതാണ് ഞാൻ ഇരുന്ന സ്ഥലം. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ തോന്നി. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ കൂടെ എടുത്തത്. എത്തി. നട്ടുച്ച വെയിലൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 9 മണി ആയിട്ടുള്ളൂ. വീട്ടിലെത്തിയപ്പോൾ ഇതാ എൻ്റെ ചെറുക്കൻ, അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ. പുതിയൊരാളല്ല, ഇടയ്ക്ക് വരുന്ന ഒരാളെ കണ്ടപ്പോൾ ഉള്ള ഹാപ്പിനെസ് ആണ്. പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണത്തിൻ്റെ ഷോപ്പിങ്ങിന് ഞാൻ അടുത്തുള്ള ടൗണിലൊന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ഓഫറും കിട്ടി. ഓഫറല്ല, ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അത് ഇംപെക്സിൻ്റെ TV മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംപെക്സിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അപ്പം ഞാൻ ഷോപ്പിൻ്റെ പുറത്തിറങ്ങിയ സമയത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു കിളിക്കൂട് കണ്ടു. ആരാ വളർത്തുന്നതെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ശോഭയാത്ര ഉണ്ടായിരുന്നു. വിനായക ചതുർത്ഥി വരുന്നതിൻ്റെ ശോഭയാത്രയായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, റോഡൊക്കെ ബ്ലോക്കായി. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു ശോഭയാത്ര ഞാൻ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. നല്ല തിരക്കും നല്ല ബഹളവും ആയിരുന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ, കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണല്ലോ ഇതിൻ്റെ മെയിൻ, എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ വീട്ടിലെത്തി.